ഓം ശാന്തി. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആദ്യത്തെ സമയം നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് ഒരു ദിവസത്തെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിട്ട് മാറുന്നത് തന്നെ. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുന്നും നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് സക്സസ്ഫുൾ പീപ്പിൾസിൻ്റെ 6 മോർണിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും അത്രയും കാര്യങ്ങൾ ചെയ്യാനാവില്ലെങ്കിലും ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. പ്രഭാതത്തിൽ മാത്രമല്ല, ഒരു ദിവസത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, രാവിലെ ഉണർന്ന സമയത്ത് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പല്ല് തേക്കാൻ വേണ്ടതായിട്ടുള്ള ബ്രഷിന് വേണ്ട ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ എന്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യാറ്? നമ്മുടെ നാട്ടിൽ ഒരു രമേശോ ഗണേശോ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരും വാങ്ങിക്കാൻ തന്നെ നോക്കാറില്ല. എല്ലാ ദിവസവും ടി വിയിൽ പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ അത് യൂട്യൂബിലാവട്ടെ അല്ല വേറെ ഏതെങ്കിലും ആവട്ടെ, ഏത് ചാനലെടുത്ത് നോക്കിയാലും സ്ഥിരമായി കാണുന്ന കുറേ പരസ്യങ്ങളുണ്ടായിരിക്കും. കോൾഗേറ്റ് ആവാം, ക്ലോസപ്പ് ആവാം, മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. ഇങ്ങനെ ഏതാണോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം, ആ സാധനം മാർക്കറ്റിൽ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ പോകുന്നു, ആ സാധനം കാണുന്നു, നിങ്ങളതറിയാതെ നിങ്ങൾക്ക് പല്ല് തേക്കാനുള്ള ടൂത്ത് പേസ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നു. പല ആളുകളും നിരന്തരമായിട്ട് കൊക്കക്കോള കമ്പനി നോക്കിയേ, അത് എത്രയോ ലക്ഷങ്ങൾ കോടികൾ വിറ്റ് ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പരസ്യത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നിരന്തരമായിട്ട് അത് കാണുന്നില്ലെങ്കിൽ ആരും തന്നെ അത് വാങ്ങി കുടിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കോടികൾ ചിലവാക്കിക്കൊണ്ട് അതിൻ്റെ പരസ്യങ്ങൾ നിരന്തരമായിട്ട് ആളുകളെ കാണിച്ച് അത് കുടിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്, അത് കുടിക്കുന്നതാണ് സുഖം, അതിലെന്തൊരു തണുപ്പ്, എന്തൊരു രസം എന്നൊക്കെ ഫീൽ ചെയ്യിച്ച് ആ സാധനത്തിനെ അവരെല്ലാവരെ കൊണ്ടും കുടിപ്പിക്കുകയാണ്. എന്തിൻ്റെ ആധാരത്തിൽ? നിരന്തരമായിട്ട് അത് കുടിക്കുന്ന സ്പോർട്സ് സ്റ്റാറിനെ കാണിച്ചു തരും, നിങ്ങൾക്ക് ഫിലിം സ്റ്റാറിനെ കാണിച്ചു തരും, നിങ്ങളുടെ മനസ്സിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള പലരും അത് കുടിക്കുന്നത് കാണിച്ചു തരും. എന്നിട്ട് അതാണ് രസം എന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പിടിപ്പിക്കും. എന്തിൻ്റെ ആധാരത്തിൽ? നിരന്തരമായിട്ട് അത് കാണിച്ച് ആ സാധനം കഴിക്കണം നമുക്ക് തോന്നിപ്പോവും. കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ട് മാഗി നൂഡിൽസ് എന്ന് പറയുന്നു? നിരന്തരമായിട്ട് അമ്മ കുട്ടി ജയിച്ചു വന്നാൽ വിജയം കൊടുക്കാൻ മാഗി നൂഡിൽസ്, മറ്റെന്തെങ്കിലും ഫ്രണ്ട്സായി ഒത്തുചേർന്ന് പെട്ടെന്ന് ഡെലീഷ്യസ് ഫുഡ് ഉണ്ടാക്കാൻ മാഗി നൂഡിൽസ്. ഇങ്ങനെ പരസ്യങ്ങൾ കാണിച്ച് എന്ത് സാധനമാണോ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടത് അത് നിശ്ചയിക്കുന്നത് നിരന്തരം കാണുന്നതായിട്ടുള്ള പരസ്യത്തിൻ്റെ ആധാരത്തിലാണ്. അത് ഏത് സാധനത്തെക്കുറിച്ചാണെങ്കിലും എന്നും പരസ്യം കാണുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ ആ സാധനം കാണുമ്പോൾ അറിയാതെ നമ്മുടെ ബ്രെയിൻ ആ സാധനം വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇത്തരത്തിൽ നിരന്തരമായി കാണുന്ന കാര്യം അറിയാതെ ചെയ്യുന്ന പ്രവണതയാണ് നമ്മുടെ തലച്ചോറിനുള്ളത്, നമ്മുടെ മനസ്സിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ഡിവോട്ടീസ് ആയിരുന്ന ഫുൾ ടൈം സറണ്ടറായി വന്നിട്ടുണ്ടായിരുന്ന സഹോദരന്മാരെ കൊണ്ടും സഹോദരിമാരെ കൊണ്ടും ഒക്കെ ആഴ്ചയിൽ ഒരു തവണ ബാബ എന്തിനു വേണ്ടി ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് എഴുതിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു വട്ടം എന്തിനു തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതായില്ലേ എന്നല്ല, ആഴ്ചയിൽ ഒരിക്കൽ സ്ഥിരമായിട്ട് ബാബ എന്തുകൊണ്ട് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് എഴുതിപ്പിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അർത്ഥം, എൻ്റെ ജീവിതത്തിൽ എൻ്റെതായിട്ടുള്ള ലക്ഷ്യം എന്താണോ അത് ദിവസവും ഞാൻ എത്ര കൂടുതൽ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ ആധാരത്തിലാണ് അതനുസരിച്ചതായിട്ടുള്ള വേവ്സ് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും. അതനുസരിച്ചുള്ള ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള ന്യൂറോൺ പാത്വേ സെറ്റ് ചെയ്യപ്പെടും. അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ വരും. നമ്മുടെ തോട്ട്സിൽ അത് വരാൻ തുടങ്ങും, നമ്മുടെ ഡ്രീംസിൽ അത് വരാൻ തുടങ്ങും, ചിന്തകളിൽ വാക്കുകളിൽ വരാൻ തുടങ്ങും. നോക്കിക്കോളൂ, ഒരു ബൈക്ക് വാങ്ങാൻ നിങ്ങളൊരു പ്രത്യേകിച്ച് ഇന്ന ബൈക്ക് വാങ്ങണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡിലിറങ്ങി യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ ആ ബൈക്ക് നിങ്ങളുടെ മുന്നിൽ വന്നു, അതാ അവിടെയും കാണുന്നു ആ ബൈക്ക്, ഇവിടെയും കാണുന്നു, അവരുപയോഗിക്കണം, എവിടെ നോക്കിയാലും ആ ബൈക്കാണല്ലോ കാണുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ദൃഷ്ടി തന്നെത്താൻ ആ കാര്യങ്ങളെ കാണാൻ വേണ്ടി വലിച്ചു പോയിക്കൊണ്ടിരിക്കും. അതിന് മുന്നും അത്ര തന്നെ ആ വണ്ടികൾ പാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കാണില്ല. കാരണം അതിലേക്ക് നിങ്ങളുടെ മനസ്സ് പോയിട്ടില്ലായിരുന്നു, ബ്രെയിൻ
ബ്രെയിൻ ട്യൂൺ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ എന്താണോ നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിച്ചത്, എന്താണോ ഞാൻ എൻ്റെ ആധാരത്തിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എന്തോ ഒരു ഭ്രാന്തമായ ആധാരത്തിൽ സ്വപ്നം കാണുകയല്ല, നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റിയിൽ നിന്ന് എൻ്റെ കഴിവിൻ്റെ ആധാരത്തിൽ, ഞാൻ കഴിവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെക്കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് കിട്ടാനുള്ളതായിട്ടുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ സപ്പോർട്ടിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾ താമസിക്കുന്ന ജീവിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന നിങ്ങളുടെ കഴിവിൻ്റെ ആധാരത്തിൽ നിങ്ങളുടെ ടാലൻ്റ് എന്താണോ, നിങ്ങളുടെ സ്കിൽ എന്താണോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തിലാണോ, പാഷൻ എന്തിലാണോ, അതിൻ്റെ ആധാരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡ്രീം എന്തോ ആ ഡ്രീമിനെ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഓർമ്മിപ്പിക്കും ഞാനിതാണ്. എത്ര തവണ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ അത്രയും വേഗം നമ്മുടെ ബ്രെയിൻ അതനുസരിച്ചതായിട്ട് എനർജി നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ആ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നിരന്തരമായിട്ട് ആ രീതിയിൽ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിന് വേണ്ടതായിട്ടുള്ള കാര്യം കണ്ട അത് വായിക്കാൻ, അത് പഠിക്കാൻ, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കണ്ണു ഉടക്കാൻ തുടങ്ങും. ആ രീതിയിൽ വേണ്ടതായിട്ടുള്ള ആളുകൾ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനനുസരിച്ച് രീതിയിലുള്ളതായിട്ടുള്ള ചർച്ചകളിൽ നമ്മൾ പങ്കെടുക്കാൻ തുടങ്ങും. ഇതൊക്കെ ജീവിതത്തിലേക്ക് തന്നെത്താൻ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. രാവിലെ എഴുന്നേറ്റ ഉടനെ നിർബന്ധമായിട്ടും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ മലയാളികൾക്കൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന നടൻ മോഹൻലാൽ. ഒത്തിരി സിനിമകൾ മോഹൻലാൽ ഇറങ്ങിയിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് കാണാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ട് അഭിനയിച്ചതായിട്ടുള്ള മോഹൻലാൽ, വാനപ്രസ്ഥത്തിൽ കഥകളി നടനായിരിക്കുന്ന കുഞ്ഞുക്കുട്ടനായി അഭിനയിച്ചതായിട്ടുള്ള മോഹൻലാൽ, അങ്കിൾ ബണ്ണിൽ തടിച്ച ഫിഗർ കൊണ്ട് കഷ്ടപ്പെടുന്നതായിട്ടുള്ള മോഹൻലാൽ, ഇങ്ങനെ പല സിനിമകളിലും ഓരോ ക്യാരക്ടർ മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ രീതിയിലുള്ളതായിട്ടുള്ള വേഷവിധാനങ്ങളായിരിക്കും, ആ രീതിയിലുള്ളതായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ബോഡി ലാംഗ്വേജും ആ വേഷം ഇട്ട് കഴിയുമ്പോൾ തന്നെത്താൻ ആ കഥാപാത്രത്തിലേക്ക് തൻ്റെ മനസ്സിനെ ട്യൂൺ ചെയ്യുന്നത് കൊണ്ടാണ് ആ കഥാപാത്രത്തെ അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കണ്ടിരിക്കുന്നവർക്ക് ആ കഥാപാത്രമാണ് അവർ എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇത്രയും സിനിമകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ മോഹൻലാൽ അവിടെ അഭിനയിക്കുകയാണ്, ആ മോഹൻലാൽ ഇവിടെ അഭിനയിക്കുകയാണ്. പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് അത് അഭിനയിക്കുന്ന മോഹൻലാലായിട്ടല്ല നമ്മൾ ഉൾക്കൊള്ളാറ്, ആ കഥാപാത്രത്തെ അതുപോലെ സ്വീകരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ കഥാപാത്രത്തിലേക്ക് മനസ്സിനെ പൂർണ്ണമായിട്ടും ആവാഹിക്കുന്നത് കൊണ്ടാണ്. ആ ആവാഹിക്കാൻ അവരുടെ ആ വേഷവും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും മനസ്സിലേക്ക് അതിൻ്റെതായിട്ടുള്ള പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. മുഷിഞ്ഞ് ആകെ വൃത്തികെട്ട ഒരു ഡ്രസ്സ് കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അയ്യോ ഈ വേഷത്തിലോ, ഞാൻ റെഡി ആയിട്ട് വരട്ടെ നിങ്ങൾ പറയാറില്ലേ? എന്ന് ചിലർത്ഥം പുറത്തേക്ക് പോകുമ്പോൾ ആ വേഷം മാറിക്കഴിയുമ്പോൾ ഫ്രഷ് ആയിരിക്കുമ്പോൾ യെസ് ഐ ആം ഫ്രഷ്, ഇപ്പോൾ ഞാൻ എല്ലാവരും മുന്നിലും പോകാൻ വിധം യോഗ്യം എന്ന് നമ്മുടെ മനസ്സ് പറയുകയാണ്. അതേസമയം തന്നെ മുഷിഞ്ഞ വേഷത്തിലാണെങ്കിൽ ആ ഒരു ഉന്മേഷ ഉത്സാഹമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. രാത്രി ഉറങ്ങാൻ പോകും മുന്നേ അന്നത്തെ വേഷവിധാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഫ്രഷായ വേഷം ഇടുന്നതോടുകൂടി നമ്മുടെ ദേഹം ശരിയാ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവുകയാണ് എന്ന് നൈറ്റ് ഡ്രസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കും പോലെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നൈറ്റ് ഡ്രസ്സ് മാറാതെ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ ശരിയായിട്ടില്ല, റെഡിയായിട്ടില്ല എന്ന് നമ്മുടെ ശരീരം ഈ ബോഡി ലാംഗ്വേജും വസ്ത്രവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ജീവിതത്തിൽ ഞാൻ വിന്നറാണോ ലൂസറാണോ എന്ന് ബോഡി ലാംഗ്വേജും നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതാണോ നമ്മുടെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള പാത അതനുസരിച്ചുള്ളതായിട്ടുള്ള വേഷവിധാനങ്ങളും അതനുസരിച്ചുള്ളതായിരിക്കുന്ന ബോഡി ലാംഗ്വേജും ഈ രണ്ട് കാര്യത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം മനസ്സ് നമ്മുടെ ശരീരത്തിനെയും പ്രഭാവം ചെലുത്താറുണ്ട്, ശരീരം നമ്മുടെ മനസ്സിനെയും പ്രഭാവം ചെലുത്താറുണ്ട്. ഒരിക്കൽ ഒരു 2 മിനിറ്റ് കൊണ്ട് മൂഡ് ഓഫ് മാറുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും ടെൻഷനോ വിഷമോ വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സന്തോഷിക്കുന്ന പാട്ടിട്ടിട്ട് ആ പാട്ടിൻ്റെ കൂടെ 2 മിനിറ്റ് ഒന്ന് ഡാൻസ് കളിച്ചാൽ ഈ വിഷമം എവിടെയാണ് പോയെന്ന് അറിയില്ല. ബോഡി എഫക്ട്സ് ദ മൈൻഡ്. അതുകൊണ്ട് മനസ്സ് ദേഹത്തിലും പ്രഭാവം ഉണ്ടാക്കും, ദേഹം നമ്മുടെ ദേഹി അഥവാ ആത്മാവിൽ മനസ്സിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കും. അതുകൊണ്ട് ദിവസവും കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ലൂസറാണോ, ഞാൻ വിന്നറാണോ, ഞാൻ വിജയിയാണോ, അതോ ഞാൻ പരാജയിക്കുന്നവനാണോ എന്ന് സ്വന്തം ബോഡി ലാംഗ്വേജിനെ പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് ഒരു വിജയിയുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം അതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ നമ്മുടെ ബോഡിയുടെ ഫിറ്റിങ്സ് നമുക്ക് മാറ്റണം. കുറച്ച് എക്സസൈസ് ചെയ്തും കുറച്ച് പഠിച്ചും കുറച്ച് നമ്മുടെ ജീവിതത്തിൽ റെഗുലറായിരിക്കുന്ന റൂട്ടീനിൽ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടും സമയത്തെ വ്യർത്ഥമാക്കാതെ മാക്സിമം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാനിങ്ങിലൂടെയും നമ്മുടെ
കർമ്മത്തിലൂടെ അഥവാ നമ്മുടെ ശരീരത്തിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും ഡ്രസ്സിങ്ങിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും നമ്മുടെ മനസ്സിനോട് ഒരുപാട് കാര്യം നമുക്ക് സംസാരിക്കാൻ സാധിക്കും. എന്നും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ മോട്ടിവേഷനൊക്കെ പോയി. വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു, ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. 4 ദിവസം ഞാൻ ചെയ്തു. 5-ാമത്തെ ദിവസം എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു ഉത്സാഹവും ഇല്ല, ചെയ്യാൻ തോന്നുന്നേ ഇല്ല. ഞാൻ ഇതൊക്കെ തുടങ്ങി വെച്ചു, ഇത്രയൊക്കെ കഴിച്ചു, എന്നിട്ടും എന്തേ എൻ്റെ ഉത്സാഹവും ഉന്മേഷം പോയത് എന്ന് പലരും ചോദിക്കാറില്ലേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. നിരന്തരമായിക്കൊണ്ട് അതിന് വേണ്ടതായിട്ട് രീതിയിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സ്വയം, നിങ്ങൾക്ക് നമ്മുടെ രൂപം മനസ്സിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണാടി ഉണ്ടല്ലോ, ഇന്ന് ഫുൾ കാണാൻ പറ്റുന്ന നില കണ്ണാടികളുണ്ട്. അതിന് മുന്നിൽ പോയി നിന്നിട്ട് ഞാനൊരു ലൂസറാണോ, ഞാനൊരു പരാജയിയാണോ, ഞാൻ വിജയിയാണോ, ഞാൻ തോൽക്കുന്നവനാണോ, ജയിക്കുന്നവരാണോ, ലൂസറാണോ, വിന്നറാണോ, സ്വയം നമ്മളോട് ചോദിക്കുക. എന്നിട്ട് ഉത്തരം പറയും, ഞാൻ വിന്നറാണ്, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ജയിച്ചിരിക്കും എന്ന്. ആ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടുവരൂ. ഒരു 4 വട്ടം. ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഊർജ്ജം വരുന്നില്ലെങ്കിൽ, ഒരു 10 തവണ നമ്മളോട് പറയും, ഞാൻ വിന്നറാണ്, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ്, ഞാൻ ചെയ്തിരിക്കുമെന്ന്. നിങ്ങളോട് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ആ ബോഡി ലാംഗ്വേജ്, ആ എനർജി, ആ സ്ഥിതി നമ്മളെ ആ പ്രകാരം ചെയ്യാനുള്ള ഊർജം തരും. ഓടുന്ന ഒരാൾക്ക് മടി വരാറില്ല. കിടന്നിട്ട് ഓട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾ ചിന്തിക്കാറേ ഉള്ളൂ, ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിലൂടെ, നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ, ഡ്രസ്സിങ്ങിലൂടെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ഒരു ദിവസം 2 ദിവസമല്ല, ഡെയിലി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉന്മേഷോത്സാഹവും ഒരിക്കലും പോകാതെ നിർത്താൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, ഡെയിലി ചെക്കിങ്. നമുക്കറിയാലോ, ക്രിക്കറ്റ് കളിയിൽ അവസാനത്തെ 4 റൺസിലായിരിക്കാം മറ്റേ എതിർ പാർട്ടീനെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ 4 റൺസ് കൊണ്ട് മാത്രം ആരും തോൽപ്പിക്കാറില്ല. അതുവരെ കളിച്ച ഓരോ കളിക്കാരൻ്റെയും ഓരോ റൺസും കൂട്ടിച്ചേർത്തിട്ടാണ് അവസാനത്തെ 4 റൺസിന് വേണ്ടതായിട്ടുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാൾ ചെയ്തതായിരിക്കുന്ന 4 റൺസാണ് അയാൾ വിജയി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ആരും തന്നെ വിജയിയാവാറില്ല. ഓരോ ദിവസവും ആ വിജയത്തിൻ്റെ പാതയിലേക്ക് നടക്കാനുള്ള സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ എത്ര മാറ്റം വരുത്തി, ഇന്ന് 1% എൻ്റെ ഉള്ളിൽ ഞാൻ മാറ്റം കൊണ്ടുവന്നിരിക്കണം എന്ന ദൃഢനിശ്ചയവും അതനുസരിച്ചതായിട്ടുള്ള കർമ്മവും ചെയ്തുകൊണ്ട് രാത്രി പരിശോധിക്കണം, ഇന്ന് എത്ര ശതമാനം ഞാൻ കയറി. ഈ 3 കാര്യം. ഒന്ന്, ദിവസവും രാവിലെ എഴുന്നേറ്റ് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊന്ന്, ബോഡി ലാംഗ്വേജിലൂടെയും ഡ്രസ്സിങ്ങിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഊർജം. 3-മത്തെ, ഡെയിലി രാത്രി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രോഗ്രസ്സിൻ്റെ ചെക്കിങ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിയിരിക്കും. ഒരിക്കലും നമ്മുടെ ഉന്മേഷം, നമുക്ക് കുറയില്ല. അതുകൊണ്ട് സദാ ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.